അണ്ണനും തമ്പിയും അക്കായും ചേച്ചിയും എല്ലാവരും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ അണ്ണൻ വന്നുപോയി. തിരുവല്ലയിലും തിരുവനന്തപുരത്തുമായി റാലിയൊക്കെ നടത്തി, റാലിയും വലിയ പരിപാടി നടത്തിപ്പോയി. ഇന്നിപ്പോൾ തമ്പി വരുന്നു, രണ്ടാമൻ വരുന്നുണ്ട്, അമിത്ഷാ വരുന്നുണ്ട്. അമിത്ഷാ ഇന്ന് കാട്ടാക്കടയിൽ വലിയ പരിപാടി. കാട്ടാക്കടയെക്കുറിച്ച് ഇപ്പോൾ വലിയൊരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അമിത്ഷാ ഇന്ന് കാട്ടാക്കട വരുന്നു. പിന്നെ മറ്റ് നിർമ്മല സീതാരാമൻ കേരളത്തിലുണ്ട്. അപ്പോൾ പഴയ BJP കൃത്യമായ ഒരു ആസൂത്രണവും പ്ലാനിങ്ങും കേരളത്തിൽ നടത്തിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. മറ്റത് അങ്ങനെയല്ല. പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് ബാക്കി എല്ലാവരും കൂടെ വന്നൊരു വഴിപാട് പോലെയൊക്കെ ഒരു പരിപാടി നടത്തി പോകലാണ് സാധാരണ നടക്കുന്നത്. ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട, ഇപ്പോൾ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, ഏതെങ്കിലും പ്രധാനപ്പെട്ട പട്ടണത്തിൽ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യം വരും, അല്ലെങ്കിൽ അമിത്ഷാ ഒരു പ്രാവശ്യം വരും, ആരെങ്കിലും ജയിച്ച. ഇതിപ്പോൾ അങ്ങനെയല്ല. സംഘടിതമായി ദേശീയ നേതാക്കൾ ഒന്നടങ്കം കേരളത്തിലേക്ക് വന്ന് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമിത്ഷാ ഇന്ന് വന്നിട്ട് കാട്ടാക്കടയിൽ വൈകുന്നേരം പരിപാടി വെച്ചിട്ടുണ്ട്, മഹാറാലി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ പരിപാടി വെച്ചിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ കേരളത്തിലുണ്ട്, മറ്റും കേന്ദ്രമന്ത്രിമാർ കേരളത്തിലുണ്ട്, നിതിൻ ബബിൻ വന്നിട്ട് പോയി, JP നദ്ദ വന്നിട്ട് പോയി. അങ്ങനെ വളരെ വലിയൊരു സന്നാഹം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇപ്പോൾ വലിയൊരു സാധ്യത എന്ന് പറഞ്ഞാൽ, ഏത് മണ്ഡലം എടുത്താലും, മുസ്ലിം മണ്ഡലങ്ങൾ എടുത്താൽ പോലും മുസ്ലിം ലീഗിനൊക്കെ ശക്തമായ പിന്തുണയുള്ള, ശക്തമായ മുസ്ലിങ്ങൾ മാത്രം കൂടുതലുള്ള മലപ്പുറം ജില്ല എടുത്താൽ പോലും 10,000 വോട്ടിന് താഴെ, ഒരു 10,000 വോട്ടെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിലേക്ക് BJP വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സൈനായി BJP കാണുകയും ചിലർക്ക് 20,000, ചിലർക്ക് 30,000, ചിലർക്ക് 30,000, ഇങ്ങനെ പല റേഞ്ചിൽ BJP വോട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നതിനായിരിക്കും 10-18 മണ്ഡലങ്ങൾ അവർ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറേ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ദേശീയ നേതാക്കൾ ഒന്നടങ്കം കേരളത്തിൽ വന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികളും ഒരുപോലെ പ്രസൻസ് കാണിക്കുന്നു എന്നുള്ളതും, മൂന്നാം മുന്നണിക്കും സാധ്യതയുണ്ടെന്നുള്ള നിലയിൽ അവരും അവരുടെ സാന്നിധ്യം മിക്ക സ്ഥലങ്ങളിലും കാണിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പാണ് BJPക്ക് ഇത്രമാത്രം സാന്നിധ്യവും സ്വാധീനവും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ എത്ര മണ്ടിൻ്റെ വോട്ടാവും, ആരൊക്കെ വോട്ട് ചെയ്യും, ആരും വോട്ട് ചെയ്യില്ല, ഇതിനെ സംബന്ധിച്ച് നമുക്ക് ധാരണയില്ല. അതെല്ലാം ജനാധിപത്യമാണ്. ജനങ്ങളാണ് അൾട്ടിമേറ്റായിട്ട് വോട്ട് ചെയ്യുന്നത്. അവർ ഓരോ അതിവൈകാരികമായ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടൊക്കെ അവർ വോട്ട് ചെയ്യും. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി ഒരുപക്ഷേ BJPയുടെ ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം അവർ വളരെ കൃത്യമായി കേരളത്തെ ഫോക്കസ് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ദേശീയ നേതാക്കൾ ഒന്നടങ്കം കേരളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഉണ്ട് എന്നുള്ളതും ചെറിയ കാര്യമല്ല. മോദി തിരുവനന്തപുരത്ത് വന്നപ്പോഴും വലിയ പങ്കാളിത്തമായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് തിരുവല്ലയിലും വളരെ വലിയ പങ്കാളിത്തമായിരുന്നു. പാലക്കാട്, തൃശ്ശൂർ, ഇതിനിടയിൽ നേരത്തെ കൊച്ചിയിൽ വന്നിരുന്നു. അങ്ങനെ വരുന്ന സ്ഥലത്തെല്ലാം വലിയ പങ്കാളിത്തമാണ്. അമിത്ഷായും ആളെ കൂട്ടുന്ന ആളാണ്, അദ്ദേഹത്തിനും ക്രൗഡ് പുള്ളറാണ്. വലിയ പങ്കാളിത്തമായിരിക്കും ജനങ്ങളുടെ ഉണ്ടാവുക. അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP വലിയ ഒരു സാന്നിധ്യമായി മാറുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു രാഷ്ട്രീയ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ എത്ര കണ്ട് ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ പോലെ 56% ഹിന്ദുക്കളുള്ളത്, 26% മുസ്ലിങ്ങളുണ്ട്, പിന്നെ ബാക്കി ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ആ 56% തന്നെ ഹിന്ദുക്കളായി തന്നെ 3ആയി പിരിയും. കുറച്ച് പിന്നെ UDFന് പോവും, കുറച്ച് LDFന് പോവും, പിന്നെ ബാക്കിയാണ് കിട്ടുന്നത്. പിന്നെ ക്രിസ്ത്യാനികളിലെ ചെറിയൊരു വിഭാഗം വോട്ടും BJPക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണൊരു പശ്ചാത്തലം. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പിന്നെ നിരന്തരം ഒരിടത്ത് പ്രവർത്തിച്ച്, ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ വളരെ വലിയ തോതിൽ തൃശ്ശൂർ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ജയിച്ചു. രാജഗോപാൽ നേമത്ത് ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ എഴുതിത്തള്ളാൻ നമുക്ക് പറ്റത്തില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ് അവരെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും ദേശീയ നേതാക്കൾ കേരളത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അമിത്ഷാ ഉൾപ്പെടെ ഇപ്പോൾ കേരളത്തിലേക്ക് ശക്തമായി വരികയും കേരളത്തെ അടുത്ത 5-10 വർഷത്തിനകത്ത് കൃത്യമായ ഒരു 10 വർഷമൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ വന്നതിന് ശേഷം 12 വർഷം എടുത്തു അവർക്ക് അവിടെ അധികാരത്തിൽ വരാൻ. അതുപോലെ 8-10 വർഷത്തെ മുന്നോട്ടുള്ള യാത്ര നോക്കിയിട്ടാണ്
BJP പ്ലാൻ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജികളൊക്കെയാണ് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമിത്ഷാ ഉൾപ്പെടെയുള്ള വലിയ ദേശീയ നേതാക്കൾ, ചെറിയ നേതാക്കളെല്ലാം പലവട്ടം കേരളത്തിൽ വന്നു. ഇപ്പോഴിതാ ഇങ്ങനെ ഇന്ന് വീണ്ടും അമിത്ഷാ വരുന്നു. ഇന്നലെ നരേന്ദ്രമോദി വന്നു. വളരെ വലിയ ഹൈപ്പാണ് കേരളത്തിൽ BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം വോട്ടുകൾ, കുറേ അധികം വോട്ട് കിട്ടും, നല്ല വോട്ട് കിട്ടും. പല പ്രാവശ്യമായിട്ട് കാട്ടാക്കടയിൽ തന്നെ 30,000 33,000 വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ജയിച്ചു വരുന്നതിനുള്ള വോട്ടായി മാറുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പ്രയാസമാണ്.